നമസ്കാരം. ഞാനിവിടെ ഭാഗ്യശ്രീ എന്ന അയൽക്കൂട്ടത്തിൻ്റെ കട്ട് ഓഫ് ചെയ്യാനാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ഡേറ്റും മീറ്റിംഗ് നമ്പറും കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. തുടർന്നുള്ള സ്റ്റെപ്പിൽ അറ്റൻഡൻസ് എന്ന ഹെഡ് കാണാനായിട്ട് കഴിയും. തുടർന്ന് അറ്റൻഡൻസിന് നേർക്കുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ആ കുടുംബശ്രീയിലെ അംഗങ്ങളുടെ പേരുകൾ കാണാൻ കഴിയും. ഓരോ പേരിൻ്റെയും നേർക്ക് കാണുന്ന കോളത്തിൽ ഓരോ അംഗവും പങ്കെടുത്ത യോഗങ്ങളുടെ ആകെ എണ്ണമാണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഒരു വ്യക്തി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിൻ്റെ അന്ന് തൊട്ട് നമ്മൾ കട്ട് ഓഫ് ചെയ്യുന്ന ഡേറ്റ് വരെ ആ വ്യക്തി എത്ര കമ്മിറ്റിയിൽ പങ്കെടുത്തു എന്നുള്ള കണക്കാണ് നമ്മളവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഗ്രൂപ്പിൻ്റെ മീറ്റിങ്ങിൻ്റെ എണ്ണം കൊടുത്തിട്ടുള്ളതിനേക്കാൾ കുറവായിരിക്കും ഓരോ വ്യക്തിയുടെയും ഹാജർ നില. തുടർന്ന് എല്ലാ അംഗങ്ങൾക്ക് നേരെയും അവരവരുടെ ഹാജർ നില രേഖപ്പെടുത്തേണ്ടതാണ്. എങ്ങനെയാണ് ഹാജർ നില രേഖപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം. തുടർന്ന് ഹാജർ നില രേഖപ്പെടുത്തിയതിനു ശേഷം സേവ് ബട്ടണിൽ കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ അറ്റൻഡൻസിൻ്റെ നേർക്ക് ഗ്രീൻ ടിക്കോട് കൂടി ടോട്ടൽ നമ്പർ ഓഫ് അറ്റൻഡൻസ്, അതായത് ഓരോ വ്യക്തികളുടെയും അറ്റൻഡൻസ് ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ ഹാജർ നിലയാണ് അവിടെ കാണുവാൻ കഴിയുക. അയൽക്കൂട്ടത്തിൻ്റെ അറ്റൻഡൻസ് എൻ്റർ ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പായ മെമ്പർ ട്രാൻസാക്ഷൻ എന്ന ഹെഡ് സെലക്ട് ചെയ്യുക. തുടർന്ന് മെമ്പർ സേവിങ്സ് എന്ന സബ് ഹെഡ് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ അയൽക്കൂട്ട അംഗങ്ങളുടെ പേരും കമ്പൽസറി സേവിങ്സ് എന്ന കോളവും വോളണ്ടറി സേവിങ്സ് എന്ന കോളവും നമുക്ക് കാണുവാനായി സാധിക്കും. കമ്പൽസറി സേവിങ്സ് എന്നാൽ ഒരു വ്യക്തി അയൽക്കൂട്ടത്തിൽ ജോയിൻ ചെയ്തതിൻ്റെ അന്ന് മുതൽ നാളിതുവരെ അയൽക്കൂട്ടത്തിൽ നിക്ഷേപിച്ച അവരുടെ ആകെ സമ്പാദ്യമാണ് കമ്പൽസറി സേവിങ്സിൽ എൻ്റർ ചെയ്യേണ്ടത്. സ്നേഹനിധി, മാസവരി എന്നിവ ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ മാത്രം വോളണ്ടറി സേവിങ്സിൽ എൻ്റർ ചെയ്താൽ മതിയാകും. തുടർന്ന് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മെമ്പർ സേവിങ്സ് എൻ്റർ ചെയ്യുന്ന വിധം മനസ്സിലായെന്ന് കരുതുന്നു. മെമ്പർ സേവിങ്സ് എൻ്റർ ചെയ്തതിന് ശേഷം മെമ്പർ ട്രാൻസാക്ഷനിലെ അടുത്ത സബ് ഹെഡായ മെമ്പർ ക്ലോസ്ഡ് ലോണാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിനായി മെമ്പർ ക്ലോസ്ഡ് ലോൺ സെലക്ട് ചെയ്യുക. വരുന്ന പേജിൽ പ്ലസ് ആഡ് ക്ലോസ്ഡ് ലോൺ എന്ന ഒരു ബോക്സ് കാണുവാനായി സാധിക്കും. ആഡ് ക്ലോസ്ഡ് ലോണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ മെമ്പർ നെയിം, ടോട്ടൽ നമ്പർ ഓഫ് ലോൺസ്, ടോട്ടൽ ലോൺ എമൗണ്ട് എന്നിവയാണ് എൻ്റർ ചെയ്യേണ്ടത്. മെമ്പർ നെയിം എന്ന കോളം സെലക്ട് ചെയ്യുക. തുടർന്ന് ആ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ ലിസ്റ്റുകൾ കാണുവാനായി സാധിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ലോൺസ്. ടോട്ടൽ നമ്പർ ഓഫ് ലോൺസ് എന്ന് പറയുന്നത് ഓരോ അംഗവും അടച്ചു തീർത്ത വായ്പാ തുകയുടെ എണ്ണമാണ് ടോട്ടൽ നമ്പർ ഓഫ് ലോൺസ് എന്ന കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമുക്കൊരു മെമ്പറിനെ സെലക്ട് ചെയ്യാം, അനിത എന്ന വ്യക്തി. ഈ അയൽക്കൂട്ടം തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ കട്ട് ഓഫ് ചെയ്ത ഡേറ്റ് വരെ അനിത എന്ന വ്യക്തി എടുത്തിട്ട് തിരിച്ചടച്ച വായ്പാ തുകകളുടെ എണ്ണം. ഫോർ എക്സാമ്പിൾ, ഈ അനിത 7 പ്രാവശ്യം ലോൺ എടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 7 പ്രാവശ്യം ലോൺ എടുത്ത് അടച്ചു തീർത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ലോൺസിൻ്റെ കോളത്തിൽ 7 എന്നാണ് എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ടോട്ടൽ ലോൺ എമൗണ്ടും അവിടെ എൻ്റർ ചെയ്യണം. അതായത് ഈ 7 പ്രാവശ്യമായിട്ട് 1 ലക്ഷം രൂപ എടുത്തു എന്ന് കരുതുക.
ഒരു പ്രാവശ്യം 25,000, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം 50,000, അങ്ങനെ പല പ്രാവശ്യങ്ങളിൽ, അതായത് 7 പ്രാവശ്യങ്ങളിലായിട്ട് 1,00,000 രൂപ അടച്ചു തീർത്തു എങ്കിൽ ടോട്ടൽ ലോൺ എമൗണ്ടിൻ്റെ അവിടെ നമ്മൾ 1,00,000 എൻ്റർ ചെയ്യേണ്ടത്. തുടർന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ മെമ്പർ നെയിം, ടോട്ടൽ നമ്പർ ഓഫ് ലോൺസ്, ടോട്ടൽ ലോൺ എമൗണ്ട് എന്നിവ കാണാൻ സാധിക്കും. ഇതുപോലെ ആ അയൽക്കൂട്ടത്തിലെ ലോൺ എടുത്ത് അടച്ചു തീർത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ പേര് ആഡ് ക്ലോസ്ഡ് ലോൺ കൊടുത്ത് ഓരോ അംഗത്തിൻ്റെയും പേര് എൻ്റർ ചെയ്ത് അവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ലോൺസ് കൊടുത്ത് ടോട്ടൽ നമ്പർ ഓഫ് എമൗണ്ടും കൊടുത്ത് സേവ് ചെയ്യുക.